ബേപ്പൂർ മണ്ഡലത്തിൽ പി.വി. അൻവറിനെ മത്സരിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ്. ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് അൻവറിന്റെ ഫ്ലക്സ് വെച്ചത്. എന്നാൽ അൻവറിനെ പരിഗണിക്കുന്നതിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് എതിർപ്പുണ്ട്. ഡിസിസി ജനറൽ സെക്രട്ടറി കെ ഗംഗേഷിനെയാണ് ബേപ്പൂരിൽ പരിഗണിച്ചിരുന്നത്. പരമ്പരാഗതമായി സിപിഐഎം ജയിച്ചുവരുന്ന മണ്ഡലത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് വെല്ലുവിളി ഉയർത്താൻ അൻവറിനാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വി എസ് രഞ്ജിത്തും എ കെ അഭിലാഷുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, മത്സരിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയാണോ? പ്രത്യേകിച്ചും ലീഗ് ഈ ഫ്ലക്സ് വെക്കുന്നതിലടക്കം വെച്ചോളൂ എന്നൊരു നിർദ്ദേശം നൽകിയെന്നും കേൾക്കുന്നു. സുജയ്, തീർച്ചയായിട്ടും അങ്ങനെ ബേപ്പൂരിൽ പി.വി. അൻവറിനെ പരിഗണിക്കാൻ ലീഗിന് പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, പി എ മുഹമ്മദ് റിയാസിനെതിരെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിനെ മറിച്ചിടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും പ്രൊഫൈലുള്ള ഒരാൾ വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ അക്കാര്യത്തിൽ ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഒപ്പമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെ UDFന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയായി പി.വി. അൻവറിനെ പ്രഖ്യാപിച്ചത് ഉടൻ തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ പി.വി. അൻവറിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടതും അതിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ബേപ്പൂർ നിയോജക മണ്ഡലം നിലവിൽ അത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് മത്സരിച്ചു, പരാജയപ്പെട്ടിരുന്നു. അതിനു മുന്നേ ആദം മുൽസിയായിരുന്നു പരാജയപ്പെട്ടത്. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ തവണ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട DCC ജനറൽ സെക്രട്ടറി കെ ഗംഗേഷിന്റെ പേര് ഇത്തവണയും പരിഗണിക്കുന്നുണ്ട്. ഗംഗേഷ് അവിടെ ഏകദേശം പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ